നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലായ എ പ്ലസ് ബയോളജിയിലേക്ക് സ്വാഗതം. സയൻസ് വിഷയങ്ങളിൽ വെച്ച് ഞാൻ നോക്കിയിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ളതും പക്ഷേ കണ്ടന്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ വളരെ ടഫായിട്ട് പലരും പറയാറുള്ള ഒരു സബ്ജക്റ്റാണ് ബയോളജി. സോ ഇന്ന് നമ്മളൊരു പൂർണ്ണ പരിഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് എ ന്യൂ യൂട്യൂബ് ചാനൽ എ പ്ലസ് ബയോളജി. ഹിയർ we discuss all the chapters of plus 1 plus 2 NCERT. So ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബേസിക്കലി നമ്മൾ NCERT ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളായിരിക്കും ഇത് ഈ ചാനൽ വഴി എടുക്കുന്നത്. കൂടാതെ PSC ആസ്പിറന്റ് ആയിട്ടുള്ള എല്ലാവർക്കും ആ ക്വസ്റ്റനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവർക്കും ഇനി ബയോളജി എന്ന വിഷയത്തെ പറ്റി ഒരു പേടിയും വേണ്ട. ഇനി താഴ്ന്ന ക്ലാസ് ആയിക്കോട്ടെ, ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ ലെവലിലുള്ള കുട്ടികൾക്ക് പോലും കമന്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ അതിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ പുതിയ ഈ യൂട്യൂബ് ചാനല് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. ബയോളജി ഇനി എളുപ്പ രീതിയിൽ നമുക്ക് പഠിക്കാം. ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് 1 ടോപ്പിക്കാണ്. പ്ലസ് 1ലെ ആദ്യത്തെ ചാപ്റ്ററായ ദ ലിവിങ് വേൾഡ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. ഈ ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും സേഫായിട്ട് വീട്ടിൽ ഇരിക്കുകയാണ്. സോ നിങ്ങൾക്ക് പഠിക്കാൻ ഞാൻ ഓരോ എപ്പിസോഡായിട്ട് ഒരു ആഴ്ചയിൽ ഒരു വീക്കിൽ ഞാൻ എല്ലാ ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ യു ഷുഡ് വാച്ച് ദീസ് വീഡിയോസ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ ടു ഗെറ്റ് മൈ ലേറ്റസ്റ്റ് വീഡിയോസ്. സോ ഒട്ടും നമസ്കാരം, നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ ലിവിങ് വേൾഡ്. പ്ലസ് 1ലെ ആദ്യത്തെ ചാപ്റ്റർ ദ ലിവിങ് വേൾഡ്. നമുക്കറിയാം NCERT-യിൽ ഒത്തിരിയേറെ മോഡിഫിക്കേഷൻ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ ചാപ്റ്ററിൽ വെച്ച് ഏറ്റവും ചോദിക്കുന്നതും എന്നാൽ എളുപ്പത്തിൽ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ള ഒരു ജനറൽ ആസ്പെക്ട് അത് തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് ഫുൾ കവർ ചെയ്തില്ലെങ്കിൽ തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഫുൾ മനസ്സിലാവാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചാപ്റ്റർ നോക്കിയാൽ എന്താണ് ലിവിങ്, വാട്ട് ഈസ് ലിവിങ് എന്നുള്ള ക്വസ്റ്റ്യനിൽ നിന്നാണ് ഈ ചാപ്റ്റർ തന്നെ തുടങ്ങുന്നത്. സോ നമുക്കറിയാം ലിവിങ് വാട്ട് ഈസ് LIVING ലിവിങ് എന്താണ്? ജീവിക്കുക എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, അല്ലെ? അപ്പൊ മലയാളം മീഡിയം പഠിച്ച കുട്ടികൾക്ക് പ്ലസ് 1ലേക്ക് വരുമ്പോഴുള്ള പാടാണ് ഈ ടേംസ് മനസ്സിലാക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ട്. പക്ഷെ അത് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയത് അതിനോട് അപ്രോച്ച് ചെയ്യണമെന്ന്. സോ ലിവിങ്, വാട്ട് ഈസ് ലിവിങ് എന്നുള്ള ക്വസ്റ്റ്യനിലൂടെയാണ് NCERT ബുക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്കറിയാം ജീവനുള്ള വസ്തുക്കൾക്ക് ജീവനില്ലാത്തതിന് ഒത്തിരിയധികം വ്യത്യാസങ്ങളുണ്ട്. സോ ജനറലി ചോദിച്ചു കണ്ടുവരുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിക്കേണ്ട ചില ക്യാരക്ടേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസം. വാട്ട് ഈസ് ലിവിങ് ഓർഗാനിസം? ദാറ്റ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ്. സോ ആ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ നോൺ ലിവിങ് കാണിക്കുന്ന ഫസ്റ്റ് ക്യാരക്ടറാണ് ഗ്രോത്ത്. എന്താ ഗ്രോത്ത്? മലയാളത്തിൽ നമ്മൾ വളർച്ച എന്ന് പറയും. ഒരു ഓർഗാനിസം അതിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഒരു എൻലാർജ്ഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ എന്താണ് ഒരു ജനറലി നമ്മൾ ഗ്രോത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നമുക്കറിയാം നമ്മുടെ ലോകത്ത് 2 തരം ഓർഗാനിസംസ് ഉണ്ട്. ഏതൊക്കെയാണ്? യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. യൂണിസെല്ലുലാർ ബാക്ടീരിയ ലൈക്ക് കോക്കസ്, ബാസിലോതുർജിയൻസിസ്, ബാസിലസ് ബാക്ടീരിയാസ് ആൻഡ് മൾട്ടി സെല്ലുലാർ ഹ്യൂമൻസ് ഉൾപ്പെടുന്ന നമ്മുടെ മറ്റ് ആനിമൽസ് ഒക്കെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. ഈ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തില് ഈ വളർച്ച എന്ന് പറയുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് അവരുടെ മാസ് അല്ലെങ്കിൽ അവരുടെ ബോഡിയുടെ സെൽസിന്റെ തൂക്കം വർദ്ധിക്കുകയാണ്, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ദ മാസ്, ടോട്ടൽ മാസ് ഓഫ് ദി ബോഡി. അതാണ് നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. നമ്മൾ ഒരു പീരീഡ് വരെ വളരുന്നുള്ളൂ, അല്ലെ? നമുക്കറിയാം ഹ്യൂമൻസിലൊക്കെ ആണെങ്കിൽ ഒരു 18, 19, 20 ഇയർ വരെ നമ്മൾ വളരത്തുള്ളൂ. അത് കഴിയുമ്പോൾ എന്താണ് ഗ്രോത്ത് അറസ്റ്റ് ആവും. പ്ലാന്റ്സ് എന്താണ് വളർന്നുകൊണ്ട് ത്രൂ ഔട്ട് ലൈഫ് എന്താണ് വളർന്നുകൊണ്ടേയിരിക്കും. അതാണ് പ്ലാന്റ്സും അനിമൽസും തമ്മിലുള്ള വ്യത്യാസം. സോ നമ്മൾ പറഞ്ഞു ലിവിങ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ ഫസ്റ്റ് ക്യാരക്ടർ ആണ് ഗ്രോത്ത്.
അല്ലെ? പക്ഷെ യൂണിസെല്ലുലാർ ഓർഗാനിസം നേരത്തെ സൂചിപ്പിച്ച അവരുടെ കേസിൽ എന്താ സംഭവിക്കുന്നത്? അവരൊരിക്കലും സെൽസ് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്പിൾ ചെയ്യുന്നു. സോ സെൽ ഡിവൈഡ് ഇൻടു, ഒരു സെല്ല് അനേകം സെൽസ് ആയി ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ സെൽ ഡിവിഷൻ നടക്കുന്നതോടുകൂടി അവർക്ക് എന്താണ്? ഗ്രോത്ത് നടക്കുന്നു. അവിടെ നമ്പർ ഓഫ് സെൽസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സോ ഈ നമ്മൾ മൾട്ടി സെൽ ഓർഗാനിസത്തിൽ അവരുടെ തൂക്കം കൂടുന്നു. നമുക്കറിയാം ഒരു 50 വയസ്സായ അല്ലെ, നമ്മൾ സെക്കൻഡറി ആയിട്ട് നമ്മൾ വയറ് വെക്കുന്നു, വണ്ണം വെക്കുന്നു. അതെന്താണ്? നമ്മുടെ സെൽസ് മാസ് കൂടുകയാണ്, വെയിറ്റ് കൂടുകയാണ്. ബട്ട് നമ്പർ ഓഫ് സെൽസ് ആണ് എവിടെ? യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ കൂടുന്നത്. അപ്പൊ യൂണിസെല്ലുലാർ നമ്മൾ പറഞ്ഞു, യൂണി നമ്പർ ഓഫ് സെൽസ്, മൾട്ടി മാസ് അല്ലെ, മാസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. പക്ഷെ ഗ്രോത്തിൽ നമ്മൾ പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, ഗ്രോത്ത് നോട്ട് ഓൺലി ഇൻ ലിവിങ് ഓർഗാനിസം. നമ്മൾ നോക്കും മൗണ്ടൻസ്, എവറസ്റ്റ് നേരത്തെ വാർത്തയ്ക്കകത്തുണ്ടായിരുന്നു. അത് എന്താണ്? അതിന്റെ വളർച്ച അല്ലെങ്കിൽ കൂടുന്നു. എന്തുകൊണ്ടാണ്? അത് എന്താണ്? എക്സ്റ്റേണൽ ആയിട്ട് മറ്റു കാര്യങ്ങൾ വന്ന് വീണ് അതെന്താണ്? വളരുന്നു. അപ്പം ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് എക്സ്റ്റേണലി സംഭവിക്കുകയാണെങ്കിൽ അത് നോൺ ലിവിങ് ആയിരിക്കും. ബട്ട് ഗ്രോത്ത് ഓൾവേസ് ഇന്റേണൽ. ആരുടെ കേസിൽ? ഇൻ ഓർഗാനിസംസ് ഓർ ലിവിങ് ഓർഗാനിസം. ആ വാക്ക് ഓർക്കുക, ലിവിങ് ഓർഗാനിസത്തിൽ ഗ്രോത്ത് എപ്പോഴും ഇന്റേണൽ ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കാം. So the growth is called എന്താണ്? ഇതൊരു ഡെഫിനിറ്റ് ക്യാരക്ടർ ആണോ ലിവിങ്ങിന്റെ? മീൻസ് ലിവിങ്ങിന് വേണ്ടി മാത്രമുള്ള ക്യാരക്ടർ ആണോ? അല്ല. നമ്മൾ പറഞ്ഞു മൗണ്ടൻസ് ഓൾസോ ഗ്രോ. സോ ഇതെന്താണ്? ഇൻഡിഫിനിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ടിനും കാണുന്ന ക്യാരക്ടറാണ് ഗ്രോ. സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് എന്താണ്? നോക്കാം, റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്താണ്? റീപ്രൊഡക്ഷൻ നമുക്കറിയാം, പ്രത്യുൽപാദനം. ഒരു ജീവി അതിൻ്റെതായ കുഞ്ഞുങ്ങൾക്ക് the process of giving birth to its young one is called എന്താണ്? റീപ്രൊഡക്ഷൻ. നമുക്കറിയാം റീപ്രൊഡക്ഷൻ are two type, that is asexual and sexual reproduction. Asexual reproduction in the means of what? No involvement of gametes. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷന് ഒരു പർട്ടിക്കുലർ മെയിൽ ആൻഡ് ഫീമെയിൽ പേരൻസിന്റെ ഇടപെടൽ ഉണ്ടാകാറില്ല. ജനറലി അവിടെ ഒരു പേരന്റേ കാണും. അത് ഓൾമോസ്റ്റ് എന്താണ്? ഫീമെയിൽ പേരന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം, ഹൈഡ്രയില് ഏതാണ്? ബഡിങ് ഇൻ ഹൈഡ്ര, ഒരു ഫ്ലാറ്റ് വൂംസ്. പ്ലനേറിയാസില് നമ്മൾ പറയുന്നു ഏതാണ്? അത് അവരുടെ ബോഡി എന്താണ്? പ്ലനേറിയാസില് ഡിവിഷൻ അല്ലെ, അവിടെ ഒരു എൻറ്റയർ ലെങ്തിൽ ഒരു ബോഡി ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു മെനി സെഗ്മെന്റേഷൻ. അങ്ങനെ ഒരു പുതിയ ഓർഗാനിസം ഫോം ചെയ്യുന്നു പ്ലനേറിയാസ്. സോ അങ്ങനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്കറിയാം ഹ്യൂമൻസിലേക്ക് നടക്കുന്ന റീപ്രൊഡക്ഷൻ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സോ ഇൻ ദ കേസ് ലിവിങ് ഓർഗാനിസം എന്നാണ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ കാണിക്കുന്നുണ്ട്. അത് അതിന്റെ ഒരു ഡെഫിനിറ്റ് ക്യാരക്ടർ ആണോ? ഒന്നാലോചിച്ച് നോക്കിക്കേ. ഈ ലിവിങ്ങിൽ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാത്ത ഓർഗാനിസംസിൽ നമുക്കറിയാം കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത ദമ്പതികൾ, ഇൻഫെർട്ടൈൽ കപ്പിൾസ്. അതുപോലെ തന്നെ നമ്മുടെ വർക്കർ ബീസ്, നമ്മുടെ ബീസ് 3 തരമുണ്ട് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ക്യൂന, വർക്കർ ആൻഡ് ഡ്രോൺസ്. വർക്കർ ബീസ് കനോട്ട്, അവർക്ക് എന്താണ്? റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. പക്ഷെ അവർ ലിവിങ് അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സോ ദേ ആർ ലിവിങ്. അതുകൊണ്ട് ഇതും ഒരു ഡെഫിനിറ്റ് ക്യാരക്ടർ അല്ല. ഇതിന്റെ കേസിൽ ഇറ്റ് ഈസ് നോട്ട് ഡെഫിനിറ്റ് ക്യാരക്ടർ അല്ലെ? ഗ്രോത്തിനെ പോലെ തന്നെ ഇതും എന്താണ്? ഒരു ഡെഫിനിറ്റ് ക്യാരക്ടർ അല്ല. സോ 2 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ. മൂന്നാമത്തെ ഒരു ക്യാരക്ടർ ആണ് എന്ത്? തേർഡ് പോയിന്റ്, മെറ്റബോളിസം. വാട്ട് യു മീൻ ബൈ മെറ്റബോളിസം? നമുക്കറിയാം മെറ്റബോളിസം എന്ന് പറയുന്നത് ഒരു ബോഡിയിൽ നമുക്കറിയാം, നമുക്ക് ജീവിക്കാനായിട്ട് നമ്മുടെ ഈ എൻവയോൺമെന്റിൽ എന്ത് വേണം? മണി വേണം അല്ലെ? മണി ഏറ്റവും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ജീവിക്കുന്ന ഒരു ലിവിങ് ഞാൻ വീണ്ടും പറയുന്നത്, ഒരു ലിവിങ് ഓർഗാനിസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ എനർജിയാണ് അല്ലെ? നമുക്കറിയാം, നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ലെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ എന്താണ്? ആകെ ടയർഡാകും, നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ ദ മേജർ തിങ് ഇൻ ലിവിങ് ഓർഗാനിസം ഈസ് എന്താണ്? അവരുടെ എനർജിയാണ്. സോ മെറ്റബോളിസം ടോട്ടൽ എന്ന് പറഞ്ഞാൽ, മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസം
ഉണ്ടാക്കുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജിയുടെ അളവാണ് എന്താണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. സോ ഇൻ ദ സെൻസ് ഓഫ് എനർജി, ദ മേജർ എനർജി സോഴ്സ് പ്ലാന്റ്സിലായാലും അനിമൽസിലായാലും മേജർ എനർജി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ATP ആണ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ATP ആണ് അല്ലേ? അപ്പം ATP എന്ന് പറയുന്നത് നമ്മൾ എനർജിയാണ്. ATP ഉണ്ട്, ADP ഉണ്ട്, GDP ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയും ബാക്കിയുള്ള ക്ലാസ്സിലോട്ട് എന്താണ് പഠിക്കും. പക്ഷെ ജനറലി നിങ്ങൾ ഈ ക്ലാസ് ഇത്രയും പഠിക്കുക. ATP ആണ് എനർജി എന്ന് പറയുന്നത്. അപ്പം ATP ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എടുത്തു പറഞ്ഞാൽ മെറ്റബോളിസം എന്ന് പറയുന്നത്. സോ മെറ്റബോളിസം ഈസ് രണ്ട് തരത്തിലുള്ളത് കൂടി ചേരുമ്പോഴാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഞാൻ പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് ആ മെറ്റബോളിസത്തിന് കാറ്റബോളിസം പ്ലസ് അനബോളിസം. കാറ്റബോളിസം പ്ലസ് അനബോളിസം അതെന്താണ്? ദാറ്റ് ഈസ് മെറ്റബോളിസം. കാറ്റബോളിസം പ്ലസ് അനബോളിസം ആണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പൊ കാറ്റബോളിസം അനബോളിസം പഠിക്കാൻ എളുപ്പത്തിന് കാറ്റബോളിസം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം. കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ജീവിയാണ്. ആരെ സംബന്ധിച്ച്? ആനയെ സംബന്ധിച്ച്. ഇതൊരു പ്രോപ്പർ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. കാറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതാണ് അല്ലെ? അപ്പൊ കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ വലിയ ഓർഗാനിസം അല്ലെങ്കിൽ വലിയ സംതിങ് അത് ചെറുതായി അതിന്റെ ഏറ്റവും ലീസ്റ്റ് ഫോമിലേക്ക് മാറുന്നതിനെയാണ്, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ പ്രോസസ് ആണ് കാറ്റബോളിസം. ബ്രേക്ക് ഡൗൺ. Catabolism is breakdown process, but anabolism is building up process ആണ് anabolism എന്ന് പറയുന്നത്. So anabolism is build up ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ആനബോളിസത്തിന് എക്സാമ്പിൾ പറയുന്നത് ഫോട്ടോസിന്തസിസ് ആണ്. നിങ്ങളുടെ NCERT-യിലെ എക്സാമ്പിൾ സൈറ്റ് ചെയ്തേക്കുന്നത് ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ സസ്യങ്ങള് ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? ഫോട്ടോസിന്തസിസ്. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഫുഡ് ഫ്രം എവിടെ നിന്നൊക്കെയാണ്? കാർബൺ, വാട്ടർ, സൺലൈറ്റ് അല്ലേ? സൺലൈറ്റ് അവിടെ നിന്ന് പ്ലാന്റ്സ് അതിന്റെ ഫുഡ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനാണ് ഫോട്ടോസിന്തസിസ്. അതെന്ന് പറയുന്നത് ബിൽഡിംഗ് ആ പ്രോസസ്സാണ്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് നമുക്ക് എന്താണ്? ഇറ്റ്സ് ലിബറേറ്റ് ATP എന്താണ്? ഫോം ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പം അത് ഒരു ആനബോളിസത്തിന് എക്സാമ്പിൾ ആണ്. ബട്ട് കാറ്റബോളിസത്തിന് മേജർ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കാറ്റബോളിസം ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് അല്ലെ? ബ്രേക്ക് ഡൗൺ പ്രോസസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോഡിയിൽ നമ്മളിപ്പോൾ എന്താണ് ഒരു ദിവസം ഫുഡ് ഒന്നും കഴിച്ചില്ലെന്ന് വെക്കുക. അപ്പൊ നമ്മുടെ ബോഡിയിൽ സ്റ്റോർഡ് ആയിട്ടുള്ള ഗ്ലൈക്കോജൻസ് ഉണ്ടല്ലോ. നമ്മൾ എന്ത് കഴിക്കും? ചോറ് കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ചെന്നിട്ട് അതിനെ ഏറ്റവും ചെറിയ ഫോം ആയിട്ടുള്ള മോണോസാക്കറൈഡ്സ് ആയിട്ട് മാറുന്നു. ആ മോണോസാക്കറൈഡ്സ് എന്താണ്? പോളിസാക്കറൈഡ്സ് ആയിട്ട് മാറുന്നു. അങ്ങനെ അധികമുള്ള നമ്മുടെ ബോഡി യൂസ് ചെയ്യാത്ത ഗ്ലൂക്കോസ് അത് എങ്ങനെയാണ് സ്റ്റോർ? ഗ്ലൈക്കോജൻ ആയിട്ട് നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂവില് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഇന്റേണൽ ഓർഗൻസിനകത്ത് നമ്മുടെ ഫാറ്റ് ടിഷ്യൂസ് ആയിട്ട് മാറും. അപ്പൊ എന്തുണ്ട്? ഗ്ലൈക്കോജൻ ഉണ്ട്. ഈ ഗ്ലൈക്കോജൻ എന്താണ്? നമ്മുടെ ബോഡിക്ക് നമ്മൾ ഫർദർ ഫുഡ് കൊടുത്തില്ലെങ്കിൽ ഗ്ലൈക്കോജൻ again converted into what? Glucose is a source of energy. C6H12O6 glucose is another source of energy. അപ്പം ഇങ്ങനെ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കാൻ പറയുന്നത് ഇസ് എ ബ്രേക്ക് ഡൗൺ പ്രോസസ്. ആൾസോ ദ റെസ്പിറേഷൻ ഈസ് നിങ്ങളുടെ ടെക്സ്റ്റ് അത് ഉള്ള ഒരു എക്സാമ്പിൾ ആണ് റെസ്പിറേഷൻ എന്താണ്? സോ ഇറ്റ് ഈസ് എന്താണ്? മെറ്റബോളിസം. അത് ഈസ് നമ്മൾ പറഞ്ഞു വന്നതാണ് കാറ്റബോളിസം. സോ എന്താണ് മെറ്റബോളിസം? ഈസ് ടു ടൈപ്പ്. എന്താണ്? കാറ്റബോളിസം ആൻഡ് അനബോളിസം. രണ്ടും കൂടി ചേരുന്നതിനാണ് മെറ്റബോളിസം പറയുന്നത്. ഫോട്ടോസിന്തസിസ് ഓർത്ത് വെക്കുക. ഇറ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് അനബോളിസം ആൻഡ് കാറ്റബോളിസത്തിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു റെസ്പിറേഷൻ. സോ നമ്മൾ 3 പോയിന്റ് പറഞ്ഞു. ഏതൊക്കെയാണ്? ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ ആൻഡ് മെറ്റബോളിസം. അടുത്ത ഒരു ക്യാരക്ടറാണ്
റെസ്പോൺസ് ആൻഡ് അഡാപ്റ്റേഷൻ. ഞാൻ അതിന് ഒരുമിച്ചാണ്, ടെക്സ്റ്റിൽ നിങ്ങൾക്ക് രണ്ടായിട്ടാണെങ്കിലും ഞാൻ ഒരുമിച്ചാണ് പറയുന്നത്. റെസ്പോൺസ് ആൻഡ് അഡാപ്റ്റേഷൻ. നമുക്കറിയാം റെസ്പോൺസ് എന്നാണ് നമ്മൾ ഒരു തീക്കകത്തോട് നമ്മുടെ കൈ പെട്ടെന്ന് കൊണ്ടിടുമ്പോൾ നമ്മൾ എന്താണ് പെട്ടെന്ന് ക്വിക്കായിട്ട് നമ്മൾ ബാക്കിലോട്ട് കൈ വലിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? ദർ ഇസ് ഒരു സ്റ്റിമുലസ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കകത്ത് പെട്ടെന്ന് ബ്രെയിനകത്ത് ഒരു സ്റ്റിമുലസ് ഉണ്ടായി, നമുക്ക് ഹീറ്റ് അല്ലെങ്കിൽ ചൂട് നമ്മുടെ വിരലിന്റെ തുമ്പത്ത് അനുഭവപ്പെട്ടു. അപ്പൊ നമ്മൾ എന്താണ് പെട്ടെന്ന് കൈവലിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് റെസ്പോൺസ്. അപ്പൊ ഓർഗാനിസം അതിന് എക്സ്റ്റേണൽ സ്റ്റിമുലസുമായിട്ട് എപ്പോഴും കോറിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നു. സോ അവരെപ്പോഴും ഒരു 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 അൺഫേവറായിട്ടുള്ള ഒരു കണ്ടീഷൻ വന്നാൽ ദേ ജസ്റ്റ് ആൾട്ടർ അല്ലെങ്കിൽ they just adapt into another condition. So response എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് ഹീറ്റ്, സൺലൈറ്റ്, മോയിസ്ചർ അങ്ങനെയുള്ള കണ്ടീഷൻസുമായിട്ട് ഓർഗാനിസം കാണിക്കുന്ന ഒരു എന്താണ് അതുമായിട്ടുള്ള ഒരു ഇടപെടൽ, അല്ലെങ്കിൽ അതുമായിട്ട് കാണിക്കുന്ന ഒരു 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 റെസ്പോൺസ് ആണ് നമ്മൾ ഓൾറെഡി നമ്മൾ പറയുന്നതാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായല്ലോ. സോ നമുക്കറിയാം ചില കേസിൽ ചില ഓർഗാനിസംസ് നമ്മൾ ഇനി കൂടുതൽ നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കും എന്താണ് ഹൈബർനേഷൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രക്രിയ പഠിക്കും. അതായത് വിന്റർ സ്ലീപ്പ് ഉണ്ട്, സമ്മർ സ്ലീപ്പ് ഉണ്ട്. അതായത് അതിന് അൺഫേവറബിൾ ഒരു കണ്ടീഷൻ വരുമ്പോൾ അതെന്താണ് ഇറ്റ്സ് ബിക്കം എന്താണ് ഹൈബർനേറ്റ് ചെയ്യും. അതായത് അത് അനങ്ങാതെ ഒരു സ്ഥലത്ത്, അതായത് അതിന് അൺഫേവറബിൾ സീസൺ കഴിയുന്നിടം വരെ അത് ഒരു ഓൾമോസ്റ്റ് അത് ബ്രീത്തിങ് മാത്രം, അതായത് അത് ഏകദേശം മരിച്ച ഒരവസ്ഥയിലേക്ക് പോകും. അതായത് ലിവിങ് ബട്ട് എന്താണ് അതിന് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒന്നും നടത്തുന്നില്ല. അങ്ങനെ തന്നെ ഒരു റെസ്പോൺസ് നമ്മൾ ഓർഗാനിസത്തിൽ കാണിക്കുന്നുണ്ട്. പ്ലാന്റ്സും ഇത്തരത്തിലുള്ള സൺലൈറ്റിനെ വെച്ച് റെസ്പോൺസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. സൺലൈറ്റ് എന്താണ് ഈ ഓർഗാനിസംസ് പ്ലാന്റ്സ് വളരുന്ന എപ്പോഴും സൺലൈറ്റ് അഭിമുഖമായിട്ടായിരിക്കും. നമ്മൾ മുറിക്കകത്തൊരു പ്ലാന്റ് വെച്ചാൽ അത് വളർന്നു വരുമ്പോൾ ജനൽ ഏത് സൈഡിലാണോ സൺലൈറ്റ് കിട്ടുന്നത് അങ്ങോട്ട് അത് വളർന്നു പോകും. ദാറ്റ് ഈസ് റെസ്പോൺസ്. ഇനിയാണ് മറ്റൊന്നാണ് അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന എൻവയോൺമെന്റിനനുസരിച്ച് അവരെപ്പോഴും അഡാപ്റ്റഡ് ആയിരിക്കും. സോ നമ്മൾ ബേർഡ്സിനെ നോക്കി, ബേർഡ്സിന് ഫ്ലൈ ചെയ്യാൻ എന്തുണ്ട്? വിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫിഷസിനെ നോക്കിയാൽ വെള്ളത്തിൽ നീന്താൻ നടക്കുന്നുണ്ട്, എന്തുണ്ട്? ഫിൻസ് ഉണ്ട് അല്ലെ. അവർക്ക് ഫിൻസ് ഉണ്ട്. അതുപോലെ തന്നെ എയർ ബ്ലാഡേഴ്സ് ഉണ്ട് അല്ലെ, വെള്ളത്തിൽ ജീവിക്കുന്നത്. നമുക്ക് എന്തുണ്ട്? ലങ്സ് ഉണ്ട്, ശ്വസിക്കാൻ ലങ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ലങ്സ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അതിന് പകരം നമ്മുടെ വെള്ളത്തിൽ ജീവിക്കുന്ന മീനിന്റെ ഇതായിരുന്നെങ്കിലോ, മീൻ ശ്വസിക്കുന്ന പോലെയുള്ള ഓർഗൻസ് ആണ് നമുക്കൊരിക്കലും ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ലിവിങ് ഓർഗാനിസം അത് ജീവിക്കുന്ന എൻവയോൺമെന്റ്. ഇപ്പം നമ്മൾക്കറിയാം ഈ ഭയങ്കര ചൂടുള്ള ഹോട്ട് കണ്ടീഷൻസ്, ക്യാമൽസ് അങ്ങനെയുള്ള കണ്ടീഷൻസ് അവർക്കൊക്കെ വെള്ളം സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കറിയാം സസ്യങ്ങൾ ലൈക്ക് കാക്ടസ്, കള്ളിമുൾച്ചെടി, അവർക്കൊക്കെ അവരുടെയൊക്കെ ലീഫ് എന്ന് പറയുന്നത് തോൺസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വെള്ളത്തിന്റെ ലോസ് ഓഫ് വാട്ടർ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കണ്ടീഷൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത്തരത്തിലുള്ള റെസ്പോൺസ് ആൻഡ് അഡാപ്റ്റേഷൻ ഒരിക്കലും എന്താണ് ലിവിങ് ഓർഗാനിസം മാത്രമേ കാണിക്കാറുള്ളൂ. നോൺ ലിവിങ് ആയിട്ട് ഓർഗാനിസം ഇത് ഒരിക്കലും കാണിക്കാനായിട്ട് പറ്റത്തില്ല. ഒരു കല്ല് ഒരിക്കലും എന്താണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനുസരിച്ച് മാറത്തില്ല. അവർക്ക് എപ്പോഴും ഒരു കോമൺ സ്റ്റാച്ചർ കാണും, ഒരു പോസ്റ്റർ കാണും, അത് എപ്പോഴും അവർ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സോ 4 പോയിന്റ് നമ്മൾ പറഞ്ഞു. 5th ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് സെല്ലുലാർ ഓർഗനൈസേഷൻ. സെല്ലുലാർ ഓർഗനൈസേഷൻ. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ഗ്രോത്ത് ഈസ് നോൺ ഡിഫിനിറ്റീവ്. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞു റീപ്രൊഡക്ഷൻ, അതും എന്താണ് ഡെഫിനിറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ല. ബട്ട് തേർഡ് നമ്മൾ മെറ്റബോളിസം ഈസ് എ ഡെഫിനിറ്റ് ക്യാരക്ടർ. അതായത് എല്ലാ ലിവിങ് ഓർഗാനിസവും മെറ്റബോളിസം കാണിച്ചു. മെറ്റബോളിസം ആണ് അതിന്റെ പ്രൈമറി ഒരു ബോഡിയുടെ നടക്കുന്ന ഏറ്റവും the total chemical process that happens in a body is called metabolism. All the process, either glycosylation or എന്താണ് അമിനോ ആസിഡ്സ് കൂടി ചേർന്ന് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കെമിക്കൽ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ബ്രെയിൻ ഓർ അവർ സെറട്ടോണിൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മസിൽ ഉണ്ടാവുന്ന പ്രോസസ്സ്, ഐയുടെ
കാണുന്ന വിഷൻ, റെസ്പിറേഷൻ, ഡൈജഷൻ, ഓൾ ദി പ്രോസസ്, അതെല്ലാം എന്താണ്? മെറ്റബോളിക് പ്രോസസ് ആണെന്ന് പറയാം. സോ മെറ്റബോളിസം, അനബോളിസം, കാറ്റബോളിസം നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞാണ് എന്താണ്? ഫോർത്ത് പോയിന്റ് ആണ് റെസ്പോൺസ് ആൻഡ് അഡാപ്റ്റേഷൻ. ഫിഫ്ത്ത് ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ പറയുന്നത് സെല്ലുലാർ ഓർഗനൈസേഷൻ. നമുക്കറിയാം സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൾസോ എ ഡെഫിനിറ്റ്, അല്ലെ? അതായത് നമ്മുടെ ഈ ലിവിങ് ഓർഗാനിസം മാത്രം കാണിക്കുന്ന ഒരു ഓർഗാനിസം. നമുക്കറിയാം ക്യാരക്ടറാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ. ഒരു ബേസിക് സെല്ലിനകത്ത് എന്തുണ്ട്? സെൻട്രൽ എന്താണ്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ആക്സസറി ആയിട്ടുള്ള സെൽസുകൾ, സെൽ ഓർഗനൽസ് ഉണ്ട്. മൈറ്റോകോൺട്രിയ, ഗോൾഗി അപ്പാരറ്റസ്, അപ്പം അങ്ങനെയുള്ള സെൽ ഓർഗനൽസ് ഉണ്ട്. അപ്പം ഒരു ബോഡി അല്ലെങ്കിൽ ഏത് യൂണിസെല്ലുലാർ ആയിക്കോട്ടെ മൾട്ടി സെല്ലുലാർ ആയിക്കോട്ടെ, അവരുടെ ബോഡി എന്ന് പറയുന്നത് മേഡപ്പ് ഓഫ് സെൽസ്. സെൽ ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൾ ഓർഗാനിസം. അതാണ് ഇതിന്റെ ഡെഫിനിഷൻ. അപ്പൊ സെല്ലുലാർ ഓർഗനൈസേഷൻ ഈ സെൽസ് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ ലിവിങ് ഓർഗാനിസം എന്ത് കാണിക്കുന്നുണ്ട്? സെല്ലുലാർ ഓർഗനൈസേഷൻ അതിന്റെ ആ പ്രോസസ് കാണിക്കുന്നുണ്ടെന്ന് പറയാം. So, cellular organization is a definitive for our living organism. അല്ലാത്തവർക്ക് എന്താണ് ഈ സെല്ലുലാർ ഓർഗനൈസേഷൻ ഒന്നും കാണാറില്ല. റോക്കിന് സെല്ലുലാർ ഓർഗനൈസേഷൻ ഉണ്ടോ? ഇല്ല. സോ വി വൈൻഡ് അപ്പ് ഫസ്റ്റ് ലെസൺ, ദാറ്റ് ഈസ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസം. ഫസ്റ്റ് ഓഫ് ഓൾ വൺ ഗ്രോത്ത് പറയാനറിയാലോ, റീപ്രൊഡക്ഷൻ, ആൻഡ് തേർഡ് വൺ മെറ്റബോളിസം ആൻഡ് റെസ്പോൺസ്, അഡാപ്റ്റേഷൻ, ഇവിടെ തന്നെ ഡെവലപ്മെന്റ് എല്ലാം നമുക്ക് പറയാം. ഫിഫ്ത്ത് വൺ സെല്ലുലാർ ഓർഗനൈസേഷൻ. സെൽസിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, ആക്സസറി ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. ഈ സെൽസ് മാസ് ഓഫ് സെൽസ് ആണ് ടിഷ്യൂസ് ചേർന്ന് ഓർഗൻ ചേർന്ന് ഓർഗാനിസം. അങ്ങനെയാണ് ഒരു ഓർഗാനിസം ഉണ്ടാവുക. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഫസ്റ്റ് ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണട്ടെ. താങ്ക് യു. അടുത്ത ക്ലാസ് വരെ കാണുന്നതിനും വരെ ബൈ ബൈ.